ദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമേയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൻഗംഗയിൽ മറയുകയായി നീയാ ജ്വാലാമുഖം. ഈശ്വര, ഈ മരിച്ചു വീട്ടിലൊരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലേ? വാഴെടുക്കണം കെട്ടണം, മണം മാറ്റണം, വിലയെടുക്കണം. അവസാനം ഞാൻ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ ആൾക്കാർ വരുമോ? മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം, സ്വർഗലോകമാണോ സ്വർഗലോകമാണോ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണോ സ്വർഗലോകമാണോ. കൊച്ചേട്ടാ, കൊച്ചേട്ടന്റെ ശിക്ഷയും വന്നിരിക്കുക. നിങ്ങൾ തമ്മിൽ വലിയ ബന്ധമല്ലേ? ഒന്ന് എണീറ്റ് നോക്ക് കൊച്ചേട്ടാ. വേണ്ട, വിളിക്കണ്ട, കിടന്നോട്ടെ. പാവം, ക്ഷീണം കാണും. ആശാന്റെ മക്കളെയൊക്കെ അറിയിച്ചായിരുന്നു. അതിന് ആശാൻ എത്ര മക്കളുണ്ട്? ആശാൻ 4 ആൺപിള്ളേര്, അത് ഭാഗ്യമില്ല. അതുപോലെ 4 പെൺപിള്ളേരും ഉണ്ട്. അതിത്തിരി കുഴപ്പമൊന്നുമല്ലേ? ഇതാരാ? ഇതറിഞ്ഞൂടെ? ആശാന്റെ ഇളയ മോള നന്ദിനി തമ്പുരാട്ടി. ഈ കൊച്ചെന്താ ഈ പറയുന്നേ? അവളെയും കൂടെ കൊണ്ടുപോകാനോ? അതിന് ആശാൻ വീഗാലാൻഡിൽ എങ്ങനെ ടൂർ പോയിരിക്കണോ? ഇതാരാ വരുന്നത്? ഇതല്ലേ ആശാന്റെ 2ാമത്തെ മകൻ തോമസ് ചാക്കോ. SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആടുതോമ ആടുതോമ ആടുതോമ. പതിനാലാം രാവിന്റെ പിറ പോലെ മരുഭൂമിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ. മഞ്ഞി കുപ്പായം ചിന്നും പൊന്നിൻ നാണ്യം കുപ്പായം അച്ഛൻ ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമുണ്ട്. എന്നാൽ എൻ്റെ ഒരു പൈന്റും ഉണ്ട്. അതല്ല, കസവുള്ള വെള്ളമുണ്ട്. അവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. കൊച്ചേട്ടന്റെ പണ്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ക്യാമറ കാണണം എന്നുള്ളത്. ആ ആഗ്രഹം സാധിക്കാതെ പോയ ആത്മാവിന് ശാന്തി കിട്ടുമോ എന്തോ. ക്യാമറയോ? ആശാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ആശാന്റെ അടുത്ത മക്കൾ എത്തിയല്ലോ. മാനം മേലെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോ, ഇരുട്ടിലെ തെമ്മാടി കൂട്ടിൽ തുടിക്കുമീ തപ്പ് താളങ്ങൾ. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. സാരമില്ലടാ. അതല്ലടാ, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ.
മക്കളെല്ലാരും വന്ന സ്ഥിതിക്ക് കൊച്ചേട്ടനെ ദഹിപ്പിക്കാനുള്ള പരിപാടി നോക്കിയാലോ? ദഹനത്തിനാണെങ്കിൽ ചെറുപഴമാണ് ബെസ്റ്റ്. പോടാ, കൈതച്ചക്കയാ ബെസ്റ്റ്. ആരോട് പറയാ? അല്ല, ഈ സമയമില്ല സമയത്ത് ആശാന് ശിഷ്യനോടെ പോയി. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ ആളെത്തി വന്നു അനാശയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിന്മേറ്റിൽ നാമൃത്തമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരും ഒരു നീവിടെ. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ ആളെത്തി വന്നു അനാശയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിന്മേറ്റിൽ നാമൃത്തമുണർന്നു വിലാസിനിയായി. നിർത്തുകയാണ് എല്ലാരും. ജീവിച്ചിരുന്നവിടെ നീയൊന്നും സമാധാനം തന്നിട്ടില്ല. അവസാനം സമാധാനമായിട്ട് മരിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പൊ മരിച്ചില്ലേ? ഇല്ലടാ മക്കളെ, നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണണമെന്ന് എത്ര നാളായി അപ്പം പറയുന്നു. എപ്പോ വിളിച്ചാലും നിങ്ങൾക്കൊക്കെ ഒരേ തിരക്ക്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കാണാൻ വേണ്ടി അപ്പം കളിച്ച ഒരു നാടകമാടായത്. അപ്പ ഇത്രയും വലിയ കൊലച്ചെടി വേണമായിരുന്നു. അതുകൊണ്ടല്ലടാ മക്കളെ നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.